നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ബില്ല് അവതരിപ്പിക്കുന്നതിനിടെ ലോക്സഭയിൽ കനത്ത പ്രതിഷേധം. പ്രതിപക്ഷ പാർട്ടികൾ ബില്ല് കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരുൾപ്പെടെയുള്ള മന്ത്രിമാരെ ബാധിക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 5 വർഷമോ അതിൽ കൂടുതലോ വർഷം ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി 30 ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ കഴിയുന്നതാണ് ഈ ബില്ല്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുടെ നിയമനവും ഉത്തരവാദിത്വവും കൈകാര്യം ചെയ്യുന്ന ഭരണഘടനയുടെ 75-ാം വകുപ്പ് ഭേദഗതി ചെയ്യുന്ന ബില്ലാണിത്. ആഭ്യന്തരമന്ത്രിക്ക് നേരെ തൃണമൂൽ അംഗങ്ങൾ ബില്ല് കീറിയെറിഞ്ഞു. ബില്ല് പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ചാണെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഫെഡറൽ വ്യവസ്ഥയെ തകർക്കാനാണ് ബില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ധാർമ്മികതയ്ക്ക് വേണ്ടിയാണ് ബില്ലെന്നാണ് അവകാശപ്പെടുന്നത്. ധാർമ്മികതയാണ് വിഷയമെങ്കിൽ അമിത്ഷാ എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രിയാകുന്നതെന്നും കെ.സി. വേണുഗോപാൽ ചോദിച്ചു. ബില്ലിനെ എതിർത്ത സമാജ്വാദി പാർട്ടി അംഗം ധർമ്മേന്ദ്ര യാദവും രംഗത്തെത്തി. ഇത്തരത്തിൽ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവരേണ്ടതിന്റെ അടിയന്തര സാഹചര്യം എന്താണെന്ന് എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി ചോദിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണെന്ന് ഒവൈസി പറഞ്ഞു. ഭരണഘടനയെ തകർക്കുന്ന ബില്ലെന്ന് മനീഷ് തിവാരിയും വ്യക്തമാക്കി. പ്രതിഷേധം ശക്തമായതോടെ ബില്ല് JPCക്ക് വിടാമെന്ന് അമിത്ഷാ പറഞ്ഞു. ബഹളത്തെ തുടർന്ന് സഭ 3 മണിയായപ്പോൾ പിരിഞ്ഞു. 5 വർഷമെങ്കിലും തടവ് ലഭിക്കാവുന്ന ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ അറസ്റ്റിലാകുന്ന മന്ത്രിമാർ അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നാൽ സ്ഥാനം നഷ്ടപ്പെടുന്ന നിർണായക ഭേദഗതി ബില്ലുകളാണ് അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട കേന്ദ്രമന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും വരെ ബില്ല് ബാധകമാകും.